രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ചാട്ടുളു പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നെഞ്ചിൽ പതിച്ചു കഴിഞ്ഞു. മറുപടി പറയാതെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ നിർത്തി രാഹുലിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ഗുരുതരമായ ഈ ആരോപണത്തെ അസംബന്ധ വിശകലനമെന്ന് വിളിച്ച് ലഘൂകരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ചെയ്തത്. തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് ചോദിക്കണമെന്ന വിചിത്രമായ ആവശ്യവും കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട്. നിയമപ്രകാരമുള്ള പദവിയാണ് പ്രതിപക്ഷ നേതാവിന്റേത്. ആ പദവിയിലിരിക്കുന്ന ഒരാൾ പരസ്യമായി ഉന്നയിക്കുന്ന ആരോപണം പരിഗണിക്കണമെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നുള്ള വിചിത്രവാദം ആർക്കും ദഹിക്കണമെന്നില്ല. ഇതിനു മുമ്പും രാഹുൽ ഉൾപ്പെടെ പ്രതിപക്ഷം കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്നൊക്കെ എഴുതി കൊടുക്കാതെ തന്നെ കമ്മീഷൻ പ്രതികരിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോടും മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷൻ ബാധ്യസ്ഥനായെന്നിരിക്കെ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നതെന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടത്തുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാജ്യത്ത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇതോടെ ബീഹാർ തെരഞ്ഞെടുപ്പും ചോദ്യചിഹ്നത്തിൽ ആയിരിക്കുകയാണ്. ലോക്സഭ പോലെ ഇത്രയും സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ പോലും വെള്ളം ചേർക്കാൻ സാധിച്ചുവെങ്കിൽ നിരക്ഷരർ ഏറെയുള്ള ബീഹാറിൽ പറയേണ്ട കാര്യമില്ല. അട്ടിമറി 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. 1 കോടി വോട്ടർമാർ ബീഹാറിൽ അയോഗ്യരായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലതിരിഞ്ഞ പരിഷ്കാരം ബീഹാറിൽ റദ്ദാക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ്. ഇതാണ് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. രാഹുൽ മുന്നോട്ട് വെച്ച സംശയങ്ങൾ തീർക്കാതെ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കിയാൽ ഇനി BJP ജയിച്ചാൽ സംശയം ഇരട്ടിയാകുമെന്ന് അല്ലാതെ മറ്റൊരു ഗുണങ്ങളില്ല എന്ന് കമ്മീഷൻ തിരിച്ചറിയുന്നുണ്ട്. പോരാത്തതിന് ഈ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലും വന്നു കഴിഞ്ഞു. രാഹുലിന്റെ ആരോപണം ഏത് രീതിയിൽ മറികടക്കുമെന്ന ബോധ്യം കമ്മീഷന് ഇല്ല എന്നും പറയേണ്ടി വരും. ബീഹാറിൽ ഇതിനോടകം തന്നെ EVM-കൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മെഷീനുകളിൽ മോക്ക് പോളിംഗും നടന്നു കഴിഞ്ഞു. ചില സാങ്കേതിക കാരണങ്ങൾ നിർത്തി പല പാർട്ടികളും EVM-ൽ സംശയം ഉന്നയിക്കുന്നുമുണ്ട്. EVM-കൾ തിരിച്ചെടുത്ത് കുറ്റമറ്റതാക്കി ബീഹാറിൽ എത്തിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഇതിനോട് കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസങ്ങളിൽ നിന്ന് മാറ്റി 2026-ൽ ബീഹാറിൽ വോട്ടെടുപ്പ് നടത്തണമെന്നാണ് ഇപ്പോൾ പല പാർട്ടികളും ആവശ്യപ്പെടുന്നത്.